ഏകാശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്ന പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയെ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി സ്ത്രീകളും നാം എല്ലാവരുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര തിരിച്ചു യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെയാകുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതി ഈ വിധം കുറ്റകരമാകുന്നുവെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്. മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കട്ടെ, പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. بدنو नहीं है
വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു. മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. മകുടം താരം രുചിരം ലിലോബിദേതുമോറാൻ മെൻഷായോ സോയാഹനോഹേസ് ലഹസ്നായോ ക്ലീലോ ഹസിയോ സോയേം ബരീഷേ സത്യമണാള ശീഘ്രം സരിതമണഞ്ഞീടണമേ സതതം സന്തോഷിക്കാം. കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിയുമെതിരായി അജയമായി ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ലിലോബിദേതുമോറാൻ മെൻഷായോ സോയാഹനോഹേസ് കൽസോയോ ക്ലീലോ ഹസിയോ സോയേം ബരീഷോ വംശം സോനെ വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു. മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ലിലോബിദേതുമോറാൻ മെൻഷായോ സോയാഹനോഹേസ് കൽസോയോ ക്ലീലോ ഹസിയോ സോയേം ബരീഷോ മണവാളന്തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. ശുഭചിഹ്നം ദാൻ ശ്രീബാ വിജയക്കൊടിതൻ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായിൽ പുകഴുന്നു നാം. ശ്രീബോ ഓസാദശൈനോ ശ്രീബാലീശദസോ കുസോ ശ്രീബദുദേവു ഭ്രീവീന ബേക്കുലൻ നെസ്തബരീനാം വിനയം മാലം പതിഭക്തി യന്ത്രിയതന്നോട് മോട് പടം വിഭുക്കായതിനാലാ ഹൃദയാൽ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതിനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തെ വന്ന് നിങ്ങളിൽ ആവശ്യിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ.
സമാധാന ദൂതൻ നിങ്ങളോട് ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കളയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കും നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിൻ്റെ പുത്രനായ യൗസേപ്പ് നൽകുന്ന അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിൻ്റെ ഇകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവിനോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരുമാക്കി സ്തുതികരേറ്റാം. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. തോട്ടം നട്ടോനെ നീയാണൻ യുവമണവാളൻ വിശച്ചിടുക കുളത്തന്നൻ സത്യമണാള ശ്രീപയാലവകാശതനം മുദ്രിതമാക്കി പേടകളാൽ അടിമപ്പെടുത്തി സ്വർഗത്തിൽ നാളും മാസവുമാണ്ടും ഞാൻ പദപ്പാലിരുളിൽ പോക്കി പോവാതാവേ കർത്താവേ നിൻ മാതൃക നിറയും വാതിൽ തുറന്നേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻപുണ്ടാകേണം ദൈവാത്മജനെ ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും വലതുകരത്താം വാഴ്ത്തിയിടേണം ധന്യതയാൽ പരിശുദ്ധന്മാർ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവകത്തെ എന്നേക്കും സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ കീർത്തനയെ കൈക്കൊള്ളോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധിരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കുന്നുവെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മളെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിന് മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഇവിടുത്തെ വന്യപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയായ വിശുദ്ധ കന്യകമർത്ഥമറിയാവും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്തുകൈ എന്നുവന്നേക്ക് നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുവേൻ.
നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മാത്രം എന്നേക്കും നമ്മുടേതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമേ. ആമേൻ. പിതാവിന്റെ പ്രാർത്ഥനയെ നാം ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിന്റെ പിതാവിനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തനും സാരാംശത്തിൽ പിതാവിനോട് സമത്തുള്ളവനും സകലവും താൻമാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും രക്ഷിക്കും വേണ്ടി തിരുവനന്തപുരപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശ്വരൂപായ ദൈവമാതാവായ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കർഷന് വെച്ച് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തന്റെ വലതുഭാഗത്തിരുന്നവനും ദുർബലരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്തോടെ വരുവാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസരമില്ലാത്തനുമായ യേശു മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും ഇന്ത്യന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും കാതലും സ്നേഹവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും ഒരു വാണിജ്യലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോ സമൻ കാലസ് കുരിയേലായിസോ നിന്നാൾ സ്തുതി ആമീൻ. ജനമോർഗായിക വിഗ്രഹവും ബാറക്കുമോ മനവോലം വാദാമുൽവോലം ഭക്തർ പുകഴ്ചാഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരങ്ങളിൽ അലിവന്തൻ തക്കലപേക്ഷയണേണം സൗമൻ കാലസ്കുറിയേലായിസോ മറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ സുഖപരിമള ധൂപം മുറിയോരാകെ മേലൂവാതാറേ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. നയവാൻ പന പോലെ തളർത്തിടുമേ. ഹാലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ വൃദ്ധതയിലും അവ തളിരിട്ടു തളച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ മനവോലം വാദമുൽവോലം ഉൽമീനാമേലിംഗം മോർ ഗ്രിഗോറിയോ ഉണ്ട് മേലും നിന്നോർമ്മ മുതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി ഭാഗ്യം നിബിയാർക്കും ഭാഗ്യം സ്ലേഖർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാറയ്ക്കുമോ മഷിഹായെ കാണാൻ കാക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി
മറിയോരാകെ മേലൈനു വാരാറേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ വടികളെയും മാറ്റിച്ചിടാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ വിവാഹ കൂദാശയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നിന്റെ ഉന്നതമായ സിംഹാസനത്തിൻ്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. ആബുവറോ റൂഹോ കാദീശോ ഹോശോ വബുകുലസ്ബാലവൽമീ. വിവാഹ കൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों